കശുവണ്ടി തൊഴിലാളികൾക്കൊപ്പമാണ് പിണറായി വിജയൻ സർക്കാരെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. കശുവണ്ടി തൊഴിലാളികളെ പട്ടിണിക്കിട്ട് മുതലാളിമാർ സുഖവാസത്തിലാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. അടച്ചിട്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാരമനുഷ്ഠിക്കുന്ന മുൻ കാപെക്സ് ചെയർമാനും CITU നേതാവുമായ ബി തുളസീധരക്കുറുപ്പിനെ മന്ത്രി സന്ദർശിച്ചു. കശുവണ്ടി തൊഴിലാളികളെ എല്ലുമുറിയുവോളം പണിയെടുപ്പിച്ച് കോടികൾ കൊയ്തിരുന്ന മുതലാളിമാർ ലാഭം കുറഞ്ഞപ്പോൾ കമ്പനി അടച്ചിട്ടത് മനുഷ്യത്വരഹിതമായ നടപടിയെന്ന് മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ക്യാഷ് വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ ഫാക്ടറികൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിക്കുന്ന ബി തുളസീധരക്കുറുപ്പിനെ സന്ദർശിച്ച ശേഷം അഭിവാദ്യം അർപ്പിക്കുകയായിരുന്നു മന്ത്രി. ഇടതുപക്ഷ സർക്കാർ പാവപ്പെട്ട തൊഴിലാളികൾക്കൊപ്പമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കൈത്തറി തൊഴിലാളികൾ, ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും വലിയ വിജയം കേരളത്തിലുണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ സർക്കാരിനെ അധികാരത്തിൽ വരുത്തുന്നതിന് ഏറ്റവും ഉറച്ച നിലപാടെടുത്ത ഈ പാവങ്ങളോടൊപ്പമായിരിക്കും കേരള സർക്കാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നഷ്ടമാണ്, നടത്താൻ പറ്റില്ലെങ്കിൽ സാഹചര്യം മാറി ലാഭമാകുന്നവരെ നടത്തുന്നതിന് വേണ്ടിയിട്ട് കശുവണ്ടി കോർപ്പറേഷനെയോ അല്ലെങ്കിൽ ക്യാപ്സിനെയോ ഫാക്ടറി തൽക്കാലം ഏൽപ്പിക്കട്ടെ. എന്ന് ഫാക്ടറി തുറന്ന് തങ്ങൾക്ക് നടത്താം എന്ന് തോന്നുന്നു അന്നാകാം. ഈ ഫാക്ടറിയൊക്കെ അടച്ചുപൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയി വ്യവസായം നടത്തി അങ്ങ് രക്ഷപ്പെട്ട് കളയാമെന്ന് മാത്രം ചിന്തിക്കണ്ട. ഒരു മാസമായി 50-ലധികം സ്വകാര്യ കശുവണ്ടി കമ്പനികൾക്ക് മുമ്പിൽ തുടരുന്ന നിരാഹാര സമരത്തിന്റെ രണ്ടാം ഘട്ടമായാണ് ബി തുളസീധരക്കുറുപ്പ് ഉൾപ്പെടെയുള്ള നേതാക്കളും ജനപ്രതിനിധികളും നിരാഹാര സമരത്തിന് ഒരുങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.